ദൈവത്തിന് മഹത്വം. അല്പസമയ ചിന്തയ്ക്കായി 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക. ഒരു കുഞ്ഞ് തൻ്റെ മാതാവിനോട് പിതാവിനോട് ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് കരുതൽ പൂർണ്ണമാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു രക്ഷകർത്താവിൻ്റെ, അപ്പൻ്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മക്കളുടെയോ കരുതലുകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ മനുഷ്യന്റെ കരുതലുകൾക്ക് പരിമിതിയുള്ളപ്പോൾ ദൈവത്തിൻ്റെ കരുതലിന് പരിമിതികളില്ല. എന്താണ് കരുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലുക്ക് ആഫ്റ്റർ. ദൈവത്തിൻ്റെ കരുതലിനെ നമുക്ക് 2 തലത്തിൽ കാണുവാൻ കഴിയും. 1 ഭൗതികമായ കരുതൽ, 2 ആത്മീകമായ കരുതൽ. എന്താണ് ഭൗതികമായ കരുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോസഫിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ തൻ്റെ സഹോദരന്മാരുടെയും തൻ്റെ പിതാവിൻ്റെയും കരുതൽ അവിടെ പരാജയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ തൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരുടെയും കരുതൽ, തൻ്റെ പിതാവ് തന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്ന മകനാണ്, എന്നിട്ടും ആ പിതാവിൻ്റെ കരുതൽ അവിടെ പരാജയപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ആ പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരുതൽ അവനെ കൊട്ടാരത്തിലെത്തിക്കുവാനിടയായി തീർന്നു. തൻ്റെ ജീവിതത്തിലെ ആഴങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും ദൈവത്തിൻ്റെ കരുതൽ അവന് ദർശനത്തെ പൂർത്തീകരിക്കുവാൻ ഇടയാക്കി തീർന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ഒരു ദർശനമുള്ളത് കൊണ്ട് അത് പൂർണ്ണമാകുന്നത് വരെ യഹോവയുടെ കരുതൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? അടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, മോശയുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ തൻ്റെ സഹോദരിയുടെയും അപ്പൻ്റെയും അമ്മയുടെയും കരുതൽ അവിടെ പരാജയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുവാൻ കൽപ്പനയിടുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഞാങ്ങണ പെട്ടിക്കകത്ത് വച്ച് ഉപേക്ഷിക്കേണ്ട സാഹചര്യം അവർക്ക് എത്തിപ്പെടുവാനിടയായി തീർന്നു. അവരുടെ കരുതലിന് പരാജയം സംഭവിക്കുവാനിടയായി തീർന്നു. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് സഹോദരിക്ക് നോക്കി നിൽക്കേണ്ട സാഹചര്യം വരെ എത്തിപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുതൽ അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. എന്തുകൊണ്ട്? അവൻ്റെ ജീവിതത്തിൽ ഒരു ദൗത്യമുള്ളതുകൊണ്ട്. എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ദൗത്യം പൂർത്തീകരിക്കുന്നത് വരെ ഏതൊരു കൽപ്പനയ്ക്കോ ഏതൊരു പിശാചിനോ എൻ്റെ ജീവിതത്തെ തളർത്തിക്കളയുവാൻ കഴിയത്തില്ല എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും തൻ്റെ കൂട്ടുകാരുടെയും കരുതൽ പരാജയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. കാരണം എന്ത്? അവൻ നിഷ്കളങ്കനും നീതിമാനുമായിരുന്നത് കൊണ്ട്. എന്ത് സംഭവിച്ചു? അവൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ ഇരട്ടിയായി തിരികെ പ്രാപിക്കുവാനിടയായി തീർന്നു. എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ മൺമറഞ്ഞു പോകേണ്ടവരല്ലേ, പക്ഷേ ദൈവത്തിൻ്റെ കരുതൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ആത്മീകമായ കരുതൽ. എന്താണ് ആത്മീകമായ കരുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2024 വർഷങ്ങൾക്ക് മുമ്പേ ഒരുവൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി യാഗമാകുവാൻ ഇടയായി തീർന്നു. അവിടെ കരുതൽ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. തൻ്റെ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ അയച്ച് കാൽവരിയിൽ നമ്മുടെ പാപത്തിന് വേണ്ടി യാഗമാകുവാൻ ഇടയായി തീർന്നു. കാൽവരിയിൽ ഓരോ മുറിപ്പാടുകളേൽക്കുമ്പോഴും ഓരോ പീഡകളേൽക്കുമ്പോഴും ഞാനും നിങ്ങളുമായിരുന്നു ആ ഹൃദയത്തിൽ ഞങ്ങളെ കരുതേണ്ടതിന്, എന്നെയും നിങ്ങളെയും കരുതേണ്ടതിന് സ്വയമേ ആ കാൽവരിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. കാൽവരിയിലേക്ക് നടന്നു നീങ്ങുന്നതിനുള്ള യേശുവിൻ്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കൂ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. ഓരോ കഷ്ടപ്പാടുകൾ ഏൽക്കുമ്പോഴും ഞാനും നിങ്ങളുമായിരുന്നു ആ ഹൃദയത്തിൽ. എന്നെയും നിങ്ങളെയും കരുതേണ്ടതിന് കാൽവരിയിൽ യാഗമാകുവാനിടയായി തീർന്നു. കാൽവരിയിൽ യാഗമായ ക്രിസ്തു നമ്മുടെ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ആ കരുതൽ. ഞങ്ങളുടെ മരണത്തിന് ശേഷവും നിത്യത വരെയും ഞങ്ങളെ എത്തിക്കുന്നതാണ്. നിത്യത വരെയും ഞങ്ങളെ കരുതുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ കരുതലിൽ വിശ്വസിക്കാമോ? ആ കരുതലിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമോ? ആ കരുതലിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയാകി തീരട്ടെ. ആർക്കെങ്കിലും ആ കരുതൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ട്, ദൈവമേ ആ കരുതൽ എനിക്ക് അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.